ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 4 പേരും കൂടി പോകുന്നത് പനച്ചിക്കാടിനാണ്, അതായത് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അമ്പലമാണെങ്കിൽ പോലും ഏതെങ്കിലും വഴിയിലെത്തുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റും. ഇത്തവണയും അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ കുറച്ചൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പം നവരാത്രി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനവമിയുടെ അന്നാണേലും വിജയദശമിയുടെ അന്നാണേലും വളരെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ പിന്നിലാണ് ഒരുപാട് വലിയ ഐതിഹ്യങ്ങളും ഉണ്ട്. ഈ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കലാപരിപാടികൾ കലാമണ്ഡപത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ ഡാൻസും പാട്ട് കച്ചേരിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ടാണ് വന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. നമ്മൾ എത്തിയപ്പോൾ തന്നെ സന്ധ്യാകാറായിരുന്നു. ഇന്ന് നമ്മൾ പയ്യെ തൊഴുതിട്ടൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നാണ് ഈ പനച്ചിക്കാട് ദേവി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. അത്രയും ശക്തിയുള്ള ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ദേവിയുടെ പ്രത്യേകിച്ച് യാത്ര പറയാൻ നിന്നില്ല. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.